വീഡിയോ ഗൈസ്. അപ്പോൾ ഇന്ന് ഗൈസ് ക്രിസ്മസ് ആണ്, ക്രിസ്മസ് സെലിബ്രേഷൻ ആണ് ഗൈസ്. എൻ്റെ സ്കൂളിലെ ഗൈസ്. അപ്പോൾ ഞാൻ ക്യാപ്പ് ഒക്കെ ഇട്ട് ക്യാപ്പ് എല്ലാം ഇട്ടിട്ട് റെഡി ആയി. റെഡ് കളർ ടോപ്പിലാണ് എപ്പോഴും പിങ്കിഷ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഗൈസ് അങ്ങനെ സ്കൂള് പൂട്ടിയിരിക്കുകയാണ്. ബാക്കി ഇന്ന് ശേഷം വിശേഷങ്ങളൊക്കെ കാണാം. നമ്മൾ സൺഡേ ആണ് പർപ്പിൾ ഹൗസിൽ പോകണം അല്ലേ ടിയ? പിന്നെ എനിക്ക് 2 ദിവസം വെയിറ്റ് ചെയ്യണം. ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അദ്ദിക്കുട്ടിനെ കാണിച്ചു തരാം കേട്ടോ. അദ്ദിക്കുട്ടിനെ ഇവിടെ നിൽക്കണം. അദ്ദിക്കുട്ടിൻ്റെ ഡ്രസ്സ് നോക്കി. ഇത് എനിക്ക് തോന്നുന്നു എല്ലാ അമ്മമാരും അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു ഡ്രസ്സ് വാങ്ങി കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. ഇതാ ഈ ഒരു ഡ്രസ്സ്. അദ്ദിക്കുട്ടിനും ക്യാപ്പ് ഉണ്ട്. അദ്ദിക്കുട്ടിൻ്റെ ക്രിസ്മസ് ഫ്രണ്ട് ഉണ്ട് അല്ലേ ടിയ? അങ്ങനെ 2 പേരും പോയിട്ടുണ്ട്. ഇവരിന്ന് പർപ്പിൾ ഹൗസിലേക്കാണ് പോണേന്ന് അറിയാതെ പോവാ കേട്ടോ. സൂം ചെയ്യാണ്. ഇവരിന്ന് പർപ്പിൾ ഹൗസിലേക്ക് ഞാൻ സർപ്രൈസ് ആയിട്ട് വിളിച്ചിട്ട് പോകും കേട്ടോ. അറിയാതെ ഇവർ സ്കൂൾ ബസ്സിൽ കയറി പോവുകയാണ് ഗൈസ്. ബൈ ബൈ. ഇനി വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടില്ല. ബൈ. അങ്ങനെ ഇതേ നമ്മൾ സ്കൂൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ടീക്കുട്ടി അദ്ദിക്കുട്ടൻ്റെ ഇതേ സ്കൂൾ. ചിപ്പി പോവാ പ്ലീസ്. ഫൈനലി ഞങ്ങൾ 4 പേരും മീറ്റ് ചെയ്തിരിക്കുകയാണ്. ഹായ്, ഒരു ഹാപ്പി ക്രിസ്മസ് പറഞ്ഞേ. ഒന്ന് സൗണ്ടിൽ പറഞ്ഞേ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ ക്രിസ്മസ് എല്ലാവരും കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇഷിത, സായി ശ്രീ, സനയ എവിടെയെന്ന്. ഇത് ഇയാളുടെ പേര് അയന. ഫൈൻ. ടീക്കുട്ടി സർപ്രൈസ് ആയി ഗൈസ്. ഞാനൊരു ഐഡിയയും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എവിടേക്കാ പോണേന്നുള്ളത്. അപ്പോൾ ദേ ക്രിസ്മസ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ദേ സ്കൂളിൽ നിന്ന് വിളിച്ചത്. എന്താ ടീ കാണിക്കുന്നത്? നേരെ ഞങ്ങൾ പർപ്പിൾ ഹൗസിലോട്ട് പോവാണ്. ആൻഡ് ക്രിസ്മസ് ഷോപ്പിംഗ്. കളർ ബോൾ ഈ വൈറ്റ് നന്നായിട്ട്. ഓക്കെ, സ്റ്റാർ എടുത്തു. ഓക്കെ എടാ നീ എടുക്കാം പ്ലീസ്, അടിപൊളിയുണ്ട്. ഓക്കെ ശരി, ഒരെണ്ണം ഇതൊന്നും എന്ത് നോക്കട്ടെ. ഇനി ക്രിസ്മസ് ട്രീയും കൂടെ മതി. ഉണ്ണിയേശു എല്ലാവരും ഉണ്ടോ? ഏതാ അത് വേണ്ടടാ, അതൊരു ഭംഗി ഉണ്ടാവില്ല. മറ്റേ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഗ്രീനറി അല്ലേ, മനസ്സിലായോ? ചുറ്റ് ഏത് റെഡ് നന്നായി. എന്തിനാണ് ക്രിസ്മസ്? വേണോ? ഓക്കെ ശരി, എടുത്തോ. ഇത് അദ്വിക്കുട്ടന്. എന്താ LED ലൈറ്റ്സ് നോക്കാല്ലേ? എടുത്തോ നീ. അതിന് ഇതാക്കി എടുത്താ മതിയടാ. പറ്റുന്നില്ലേ? ശരി എന്നാ വിട്ടുവാ. ഓ ടീ അത് നോക്കി. എങ്ങനെയുണ്ട് ഇത്? നോക്കട്ടെ, അത് നിന്നേ. നന്നായിണ്ടോ? ഇഷ്ടയോ? പക്ഷെ ഇതിന് നിറച്ച് സാധനങ്ങൾ വേണ്ടി വരും ടിയ. ഫൈനലി ഇതേ അപ്പാപ്പനെ കൊണ്ട് നമ്മളെല്ലാം എടുപ്പിച്ചിരിക്കുകയാണ്. ടിയ നോക്കട്ടെ ഗൈസ്, ഞങ്ങൾ ഇവിടെ കുറച്ച് സ്നാക്സ് ഐറ്റംസ് ഇവിടെ വാങ്ങിയിട്ടുണ്ട്. മാത്രം വാങ്ങിയാൽ മതി ഗൈസ്. അപ്പൊ ഗൈസ് നമുക്ക് ഫുൾ ആയിട്ട് ഗൈസ് നമുക്ക് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാൻ ഗൈസ് നമ്മൾ പുൽക്കൂട് വാങ്ങിയിട്ടുണ്ട് ഗൈസ്. കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. നമുക്ക് പർപ്പിൾ ഹൗസിൽ പോയിട്ട് ഇന്ന് രാത്രി നമ്മൾ ക്രിസ്മസ് എല്ലാം ഡെക്കറേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഗൈസ്. ക്രിസ്മസിന് എല്ലാം ഗൈസ്. സോ നമുക്ക് കാണാം അല്ലേ? ഗൈസ് അങ്ങനെ ഫൈനലി നമ്മുടെ വീടെത്തിയിരിക്കുകയാണ് ഗൈസ്. ഓ മൈ ഗോഡ് ടിയ, മമ്മി ഇങ്ങനെ മമ്മി ഇങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ് കേട്ടോ. അങ്ങനെ ഫൈനലി ഒരുപാട് ഓക്കെ സ്നേഹപ്രകടനങ്ങൾ. അങ്ങനെ നീണ്ട നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ ഇവിടെ എത്തി ഗൈസ്. എത്ര മാസമായിട്ടുണ്ടാവും മമ്മി? 9 മാസത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങളിവിടെ വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇതാണ് കുറേ കുഞ്ഞു പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നല്ലോ, അവർക്ക് വേണ്ടി ഇതാണ്. ദിസ് ഇസ് മൈ വൺ ആൻഡ് ഓൺലി മാതാശ്രീ. ഓക്കെ, ക്രിസ്മസ് നമ്മുടെ പർപ്പിൾ ഹൗസ് മുഴുവൻ ക്രിസ്മസ് തീം ആക്കാൻ പോവുകയാണ് ഗൈസ്. ക്രിസ്മസ് തീം ആക്കാനാടാ?
ക്രിസ്മസ് സെലിബ്രേഷൻ. അതല്ല, ഈ ക്രിസ്മസിന് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ 3 വർഷത്തിന് ശേഷമുള്ള ക്രിസ്മസ് ആണ്. നമ്മൾ സാധാരണ ക്രിസ്മസിനെല്ലാം പുറത്താണ് ട്രിപ്പ്. ഇപ്രാവശ്യം ലക്ഷദ്വീപിൽ പോയി വന്നത് കൊണ്ട് ഇതെന്താ മനസ്സിലായില്ല, ക്രിസ്മസ് ഒപ്പിയാണോ ആയതുകൊണ്ട് നമ്മളിന്ന് എല്ലാ ക്രിസ്മസ് ട്രീ മാത്രമല്ല, ക്രിസ്മസ് ട്രീക്കുള്ള എല്ലാ പുൽക്കൂട്. പുൽക്കൂട്. ഓക്കെ, കം ഓൺ, ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മുടെ പുൽക്കൂട് ഇവിടെ അൺബോക്സിംഗ് ആണ്. സോറി, ക്രിസ്മസ് ട്രീ ഇവിടെ. ക്രിസ്മസ് ട്രീ അങ്ങനെ ഇവിടെ അൺബോക്സിംഗ് ആണ്. പ്രണവ് വാടാ, ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വരൂ. ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ നീ കണ്ടോ? അങ്ങനെ ദേ നമ്മൾ ക്രിസ്മസ് ട്രീ ഇവിടെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുക കേട്ടോ. നിന്നോ അതോ താഴെ വീഴോ? അപ്പൊ നമ്മളിതേ ക്രിസ്മസ് ട്രീക്ക് വേണ്ടി പുൽക്കൂട് ഉണ്ട് മമ്മി. വേണ്ട. ഒരു മിനിറ്റ്, അതൊന്ന് സ്റ്റാൻഡ് ടീ നീ അത് ഫിക്സ് ചെയ്തോ? സ്ക്രൂ ചെയ്തോ? സ്ക്രൂ ഒന്നും ചെയ്യണ്ട. പിന്നെ എങ്ങനെ നീ നിർത്തിയത്? ഓക്കെ, അപ്പൊ ദേ അത്യാവശ്യം വലിയ ക്രിസ്മസ് ട്രീ ആണ് ഗൈസ്. ഇതിന് ലൈറ്റിംഗ് എന്ത് ചെയ്യുമാണ് നമ്മൾ അടുത്ത ചോദ്യം. അതെങ്ങനെ എടുക്കണം മമ്മി? ഇതൊരു സ്റ്റാർ ആണ്, ഇനി ഇതിന്റെ കണക്ഷൻ കൊടുക്കണം. ഇത് പുൽക്കൂടാണ് കേട്ടോ. അങ്ങനെ ദേ നമ്മൾ രാത്രിയിലെ ക്രിസ്മസ് പട്ടിയെ കുട്ടി നോക്കിയടാ, രാത്രിയിലെ ക്രിസ്മസ് പണികൾ ചെയ്തോണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ എല്ലാം നിവർത്തി സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, എല്ലാം റെഡി അല്ലടാ? പുൽക്കൂട് എന്ന് പറയുന്ന സംഭവം. ഓക്കെ, അപ്പൊ എല്ലാവരും പുൽക്കൂടൊക്കെ സെറ്റാക്കിയോ? ഓക്കെ, നമ്മൾ ഇതെല്ലാം ഓപ്പൺ ചെയ്യുകയാണ്. നമ്മുടെ പുൽക്കൂട് ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പം ഇതെങ്ങനെയാണ് അസംബിൾ ചെയ്യണതെന്ന് എനിക്കറിയില്ല, അത് പപ്പ തന്നെ ചെയ്തിട്ട് തരട്ടെ. ഇതെന്തുവാടാ? ഇത് ലൈറ്റ് അല്ല മോളെ, ദിസ് ഇസ് സ്ക്രൂസ് ആണ്. അപ്പോൾ ഇത് നമുക്ക് ഫിക്സ് ചെയ്താലോ? അങ്ങനെ നമ്മൾ ഫൈനലി പർപ്പിൾ ഹൗസ് എത്തിയിട്ടുണ്ട്. ദേ അവിടെ ടീക്കുട്ടി നല്ല തകൃതിയിൽ ചെയ്തിരിക്കുക കേട്ടോ. അവിടെ ക്രിസ്മസ് ഡെക്കറേഷൻ ആണ്. റൂം ടൂർ പുതിയ എടുത്തതൊക്കെ കാണിച്ചു തരാം. പുൽക്കൂട് ദേ ഇങ്ങനെ പ്രോഗ്രസ് ആയി കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായി മോളൂസേ? ഒന്നും മനസ്സിലാവുന്നില്ലേ? ഫൈനലി വി ഡിഡ് ഇറ്റ്. ദേ നമ്മുടെ ക്രിസ്മസ് ട്രീയും ക്രിസ്മസ് പുൽക്കൂടും എല്ലാം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അല്ലേ? ഇപ്പല്ലേ പക്കായത്. അപ്പൊ അത് റൂഫ് എങ്ങനെ ഫിക്സ് ചെയ്യാ? നമുക്ക് റൂഫ് വേണ്ട, ട്രാൻസ്പാരന്റ് ആയിട്ട് ഇരുന്നോട്ടെ. റൂഫ് വേണോ? അങ്ങനെ നമ്മൾ വാങ്ങിയ സാധനങ്ങളുടെ അൺബോക്സിങ് ഒരു സംഭവങ്ങൾ ഉണ്ട് ഗൈസ്. പിന്നെ ഏതാ? ഒരു ബ്യൂട്ടിഫുൾ സംഭവം ഉണ്ട്, ക്രിസ്മസ് ബോൾസ്. നീ താഴെ ഇരുന്നു, ഇവിടെ ഇരുന്നേ, നീ ഇവിടെ ഇരുന്നു. താഴെ ഇരിക്കൂ. ഒരു സാന്റാക്ലോസ് ഉണ്ട് ഗൈസ്. സ്റ്റാർസ് ഉണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ റുബിക്സ് ക്യൂബ് ആണ്. ടീക്കൂട്ടർ ഒരു ഇന്റർവ്യൂ ഉണ്ട്, അപ്പൊ അതിൽ ചെയ്യാനാണ്. ഇതിന് ഒരു പീസിന് എനിക്ക് തോന്നുന്നു 25-30 റുപ്പീസ് ആട്ടോ, എനിക്ക് കറക്റ്റ് അറിയില്ല. ഇതൊരു പാക്കറ്റിന് 60 റുപ്പീസ് അത്രേ ഉള്ളൂ. 3 എണ്ണം വാങ്ങിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഇനി ഏതാടാ? ഓക്കെ ഫൈൻ. പിന്നെ ദേ നമ്മൾ ഇവിടെ കുറച്ച് ഗ്രീൻ കളർ സാധനം വാങ്ങിയിട്ടുണ്ട്. ടീക്കുട്ടി അത് എത്ര എണ്ണം വാങ്ങിയിട്ടുണ്ടാ? ഈ ഗ്രീൻ അദ്ദിക്കുട്ടിയുടെ കയ്യിലുള്ളത് എത്ര എണ്ണം? 5 എണ്ണം പോരാ, ഇത് വേറെ കുറച്ച് സംഭവത്തിനാണ് ഗൈസ്. ഓക്കെ, അതവിടെ വെച്ച് അത് നീ യൂസ് ചെയ്യാതെയാ. അപ്പം ഇത്രയും സാധനങ്ങളാണ്, എല്ലാം കവറിലിട്ടോ. നമുക്കിനി ഓരോന്നായിട്ട് നമുക്ക് അവിടെ ഹാങ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പം ആദ്യം നമ്മൾ ടീക്കുട്ടി ആദ്യം ഹാങ്ങിങ്സ് വെക്കൂ, എന്നിട്ട് ചെയ്യാം. ആദ്യം ഹാങ്ങിങ്സ് വെക്കൂ എന്നാ, പ്ലീസ് മുത്തേ. അപ്പം ദേ നമ്മൾ ടീക്കുട്ടി ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നും റെഡി ആയിട്ടില്ല കേട്ടോ. ഒക്കെ സെറ്റാക്കി വരുന്നതേ ഉള്ളൂ. ഹാങ് ചെയ്യണേടാ, നോക്കട്ടെ. ഓക്കെ, കുറച്ച് ബോൾസ് ഒക്കെ ഇട്ടിട്ട് ഹാങ് ചെയ്യിക്കുക കേട്ടോ. ആദ്യം അതാണ് സംഭവം. നമുക്കൊരു വലുതായിട്ടുള്ള സാധനം അൺബോക്സ് ചെയ്യാം. ഓക്കെ, അതെന്താ സാധനം നോക്കട്ടെ. അത് നമുക്ക് ഏറ്റവും ടോപ്പിൽ വെച്ചാലോ? നന്നായിട്ടുണ്ട് കേട്ടോ, ടോപ്പിൽ ഏറ്റവും മേലെ. യെസ് നോക്കട്ടെ. ഓക്കെ
ദേ നമ്മുടെ കുഞ്ഞു കുഞ്ഞ് സാന്റാക്ലോസ് അപ്പൂപ്പന്മാരെ നമ്മളിവിടെ ഇങ്ങനെ തൂക്കി വെക്കുന്നുണ്ട്. എല്ലാവരും ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയോ? എങ്ങനെയാണ്? എവിടെ ലൈറ്റ് എവിടെ? ഓക്കെ, അതെ, അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ക്രിസ്മസ് പാപ്പനെ നമ്മളിവിടെ ഹാങ് ചെയ്ത് ഇതേപോലത്തെ ഒരു ക്യാൻഡി ഇല്ലേ, എന്താ ഇതിനെ പറയാ? ക്യാൻഡി കെയിൻ. ഓക്കെ, ഈ ഒരു ക്യാൻഡി അതിൻ്റെ ആ ഇതൊക്കെ എടുത്ത് മാറ്റായിരുന്നു ടിയ സിസ്റ്റർ. ആ നമുക്ക് മോർണിംഗ് കട്ട് ചെയ്യാം. എന്തായാലും അതവിടെ ഇങ്ങനെ തൂങ്ങി കിടക്കട്ടെ ഞാഞ്ഞൂള് പോലെ. ഓക്കെ, അടുത്തത് എന്താ? അടുത്തത് കുറച്ച് ബോൾസ് ആണ്, സ്റ്റാർസ് അല്ല ബോൾസ് ആണ്. അപ്പോഴെല്ലാം ഫ്രണ്ടിലോട്ട് വെച്ചാൽ മതി, ബാക്കിലോട്ട് വയ്ക്കാൻ അത്രയ്ക്ക് തികയത്തില്ല ഗായ്സ്. ഓക്കെ, അപ്പോൾ നമ്മളിതേ നോക്കി നന്നായിട്ടില്ല, ഇത് നന്നായിട്ട് ക്യൂട്ടായിട്ട് ടീക്കുട്ടി ഇതേ ഫാസ്റ്റിൽ ചെയ്യാണ് കേട്ടോ. ഫാസ്റ്റ് ചെയ്യാണ്. മമ്മി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ മമ്മിക്ക് ആ സ്റ്റാറാണ്. ടീക്കുട്ടി ആ സ്റ്റാർ വാങ്ങിച്ചോടാ, അതെവിടെ വെച്ചോളൂ. വാവ്, സൂപ്പർ. ഓ ഗൈസ്, നമ്മുടെ ലൈറ്റ് നോക്കി. അങ്ങനെ ദേ നമ്മളുടെ സ്റ്റാർ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ദേ നല്ല ഗോൾഡ് കളർ സ്റ്റാർ. ഓരോരോ വർഷം തോറും നോക്കട്ടെ, നന്നായിട്ടുണ്ട് അല്ലേ? ഓരോരോ വർഷം തോറും അപ്ഡേറ്റ് ചെയ്യാണ് കേട്ടോ. അങ്ങനെ ദേ നമ്മുടെ ക്രിസ്മസ് ട്രീ എല്ലാം ഇവിടെ സെറ്റായിട്ട് വരുന്നുണ്ട്. ഓക്കെ, സെറ്റായോ? ഓക്കെ, ഓ മുത്തേ, ഇതാ വന്നു. വൈ യു കാൻ ഡു ഇറ്റ്? അദ്ദിക്കുട്ടൻ്റെ അടുത്ത് ഒരു ടാസ്ക് കൊടുത്താണ് കേട്ടോ, അത് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഇതൊരു സ്പെഷ്യൽ ലൈറ്റാണ് കേട്ടോ. ഇതൊരു മിറാക്കിൾ ലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊന്ന് കറക്റ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് സെറ്റാക്കാം. ഇത് ഫസ്റ്റ് വെക്കാം. അല്ല, ഇതൊന്ന് ഇങ്ങനെ ചുറ്റി വെക്കടാ, കുഴപ്പമില്ല, നോ ഇഷ്യൂസ്. നമ്മൾ ഇനി അടുത്തൊരു സെറ്റപ്പ്, ഞാൻ അങ്ങോട്ട് വരണോ? ഓക്കെ, സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവമാണ് കേട്ടോ. ഇപ്പോഴാണ് നമ്മുടെ ക്രിസ്മസ് ഒന്ന് കളറായതില്ല ടിയ. പുൽക്കൂടൊന്ന് എടുത്തേ. അയ്യോ, ലൈറ്റ് ഓഫ് ആയി പോയി. പുൽക്കൂടൊന്ന് താഴെ വെച്ചേടാ. ഓക്കെ, ദേ നമുക്ക് പുൽക്കൂടിനി സെറ്റാക്കാം. ദേ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ചിപ്പു അടാ, പുൽക്കൂട്ടിൽ എല്ലാവരെയും വെച്ചിട്ട് വെക്കടാ. നമ്മുടെ ദേ പുൽക്കൂടൊക്കെ ഇവിടെ ഇങ്ങനെ കറക്റ്റായിട്ട് ടീക്കുട്ടി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് പുല്ലൊക്കെയാണ് ഇവിടെ ടീക്കുട്ടി സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. പുല്ലൊക്കെ വെച്ചിട്ടാണ് പരിപാടികൾ. അങ്ങനെ ദേ നമ്മുടെ പുൽക്കൂടും അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീയും എല്ലാം ഇവിടെ സെറ്റായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഓരോരുത്തരെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓരോരുത്തരൊന്ന് സെറ്റപ്പ് ആക്കിക്കോളൂ. ഇതിലൊരു ലീഫ് ചേട്ടനെ നമ്മളിവിടെ ഇങ്ങനെ വെക്കണം. ഓക്കെ, ഈ ലീഫ് റൂഫിൻ്റെ മേലെ വെക്കാം അല്ലേ? നമുക്ക് റൂഫ് വെക്കാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. നമ്മളെല്ലാവരെയും പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മാലാഖയൊക്കെ ഇവിടെ ഇങ്ങനെ റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നിനക്ക് ടീക്കുട്ടി കുറേ ആയി പറഞ്ഞ നമ്മുടെ റൂഫ് ടോപ്പ് ഇവിടെ സെറ്റ് ചെയ്യാൻ പോവാണ്. ഇവിടെയും കൂടി നീ മറ്റേ സാധനം ഒട്ടിച്ചോളൂ മുത്തേ, ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചോളൂ. ടീക്കുട്ടി ഇവിടെ ഇങ്ങനെ ഡബിൾ സൈഡ് ടേപ്പ് ഇങ്ങനെ ഒട്ടിക്കാൻ നിൽക്കുക കേട്ടോ, എന്നാലേ ഇവിടെ സെറ്റാവും. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീയും അതുപോലെ തന്നെ പുൽക്കൂടും എല്ലാം ഡെക്കറേഷൻസ് ഒക്കെ എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഒരു കൺക്ലൂഷൻ പറഞ്ഞോളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരുപാട് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അടുത്ത വീഡിയോ പിന്നെ കാണാം. ബൈ.